ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നലത്തെ ഒരു യുവ സൂചികകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ളൊരു മാസീവ് റാലി തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്തപ്പോൾ S&P 500 സൂചിക ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും ഓൾ ടൈം ഹൈ ലെവൽ തന്നെയാണ് ക്ലോസും ചെയ്തിരിക്കുന്നത്. ഒരു റെക്കോർഡ് ക്ലോസിംഗുമാണ് നടത്തിയിരിക്കുന്നത്. നാസ്ഡാക്കിനും സമാനമായ തരത്തിൽ ഒരു 0.5% മുകളിലൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഇന്നലെ ആൽഫബറ്റിൻ്റെയും ഒപ്പം തന്നെ ടെസ്ലയുടെയും റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൽഫബറ്റിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മറികടന്നപ്പോഴേക്കും ടെസ്ല നമ്പേഴ്സ് ഇയർ ഓൺ ഇയർ ബേസിസിൽ മിസ് ചെയ്യുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. അമേരിക്കൻ വിപണികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്കറിയാം ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും എൻ്റെ വ്യൂ കുറച്ച് ആഴ്ചകളായിട്ട് ഇറ്റ് ഹസ് ഓൾവേസ് ബീൻ എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് ഈ റിസൾട്ടും ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന നേട്ടത്തിൽ ഒരു സർപ്രൈസും എനിക്ക് തോന്നുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സ് ഇന്നലെ അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 40,071 പോയിന്റ് തൊട്ട് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിലും കാണാൻ സാധിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഈ ഒരു റിക്കവറി ആൻഡ് മുന്നേറ്റത്തിന് നയിച്ചിരിക്കുന്നത് എഗെയിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ സിറ്റി ബാങ്ക്, JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക് മുതലായ കമ്പനികളൊക്കെ ആയിരുന്നു. ഈ സ്റ്റോക്സ് എല്ലാത്തിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ മൈ എക്സ്പെക്ടേഷൻ നമുക്ക് ഈ ഒരു മുന്നേറ്റം കുറച്ച് ദിവസം കൂടെ പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ മെഞ്ഞാന്ന് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചെങ്കിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 23,290 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 23,560 ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു 0.5% നേട്ടത്തിലാണ് ബ്രെന്റ് ക്രൂഡും ഒപ്പം തന്നെ WTI ക്രൂഡും ട്രേഡിംഗ് നടത്തി വരുന്നത്. ഏർലി അവേഴ്സിൽ രണ്ട് കമ്മോഡിറ്റീസിലും നേരിയ തോതിലുള്ള ഒരു സെൽ ഓഫ് നേരിട്ടിരുന്നു എങ്കിൽ പോലും ഏകദേശം ബ്രെന്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ $68 എന്നൊരു നിലയും കൈവിടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. WTI ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ $65 എന്നൊരു നിലയും കൈവിടുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടത്. എന്നാൽ അവിടെ നിന്നൊക്കെ ഒരു ബൗൺസ് ബാക്ക് നടത്തി നിലവിൽ ഇപ്പോൾ ഒരു ഡേ ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ക്രൂഡിന്റെ ഔട്ട്ലുക്കിൽ ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ, അതായത് സൈഡ് വേസ് പാറ്റേൺ വീണ്ടും തുടരുന്നത്. ക്രൂഡിന്റെ കേസിലെ മേജർ സപ്പോർട്ട് $65, മേജർ റെസിസ്റ്റൻസ് $69.50. ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ട്രേഡിംഗ് അവസരം ഈ കമ്മോഡിറ്റിയിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു ലാസ്റ്റ് അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3,393.42 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണുകയും നിലവിൽ ഓൾമോസ്റ്റ് ഒരു 0.5% മുകളിൽ ഇടിവിലാണ് ഗോൾഡിൽ ട്രേഡ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഇന്ന് സ്വർണത്തിലെ വീണ്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ അവസരം ലഭിക്കണമെങ്കിൽ $3,410 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $3,330. സർ, അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇന്നലെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 20,000 എന്നൊരു ലെവലിന് താഴേക്ക് എത്തുകയാണ്, ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേമിൽ ഒരു വീക്ക്നെസ് ഉള്ള ഒരു സാധ്യതയുണ്ടെന്ന്. എന്നാൽ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും 20,200 എന്നൊരു ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് നടത്താനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ബാങ്കിങ് ഓഹരികളുടെ ഒരു കരുത്തിൽ തന്നെയാണ് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്ട്രോങ് ക്ലോസിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡിന് പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഒക്കെ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ നമുക്ക് ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഒരു നല്ല റിക്കവറി കണ്ടെങ്കിലും ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള റിലയൻസിലൊന്നും തന്നെ നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ലായിരുന്നു.
നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,300 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഇന്നും നാളെയൊക്കെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി ടേൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 24,800 പോയിന്റ് സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതിനോടൊപ്പം സർ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി എത്തുകയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മുന്നേറ്റം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 57,210 എന്നൊരു 10.45 എന്നൊരു നിലയിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്കിംഗ് ഓഹരികളുള്ള ഈ ഒരു മുന്നേറ്റത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമുക്ക് ബാങ്ക് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ചത്. അതായത് പ്രൈവറ്റ് സെക്ടർ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ICICI ബാങ്ക്, HDFC ബാങ്കിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചെങ്കിലും നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ആ ഒരു സ്ട്രെങ്ത് കാണാൻ സാധിച്ചില്ലായിരുന്നു. ബട്ട് എങ്കിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 57,400 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 56,000 പോയിന്റ് സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റ് അവേഴ്സിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്തൊരു കമ്പനിയായിരുന്നു ഇൻഫോസിസ്. ഇൻഫോസിനെ സംബന്ധിച്ചിട്ട് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ പ്രകാരം സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷന് മറികടന്നുകൊണ്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. വരുമാനത്തിലടക്കം ഒരു പോസിറ്റീവ് ടോൺ, അല്ലെങ്കിൽ ഒരു ഇയർ ഓൺ ഇയർ ബേസിലാണെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിലാണെങ്കിലും ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ 0.5% മുകളിലൊരു നഷ്ടത്തിലാണ് ഇന്നലെ ഇൻഫോസിസ് ഓഹരികളിലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻഫോസ് ഓഹരികളുടെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു ഓഹരിയെ അഫക്റ്റ് ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ഇൻഫോസിസിന്റെ കേസിൽ ഓർക്കേണ്ടത്, ഇൻഫോസിസിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ഷോർട്ട് ടേം ഈസ് സൈഡ് വേസ്. നമ്മൾ ആക്ച്വലി ഇൻഫോസിസിന്റെ കഴിഞ്ഞ 10-15 വർഷത്തെ ഈ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ സ്റ്റോക്കിൽ ഒന്നിലൊരു വലിയ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. അങ്ങനെ ഈ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ നൽകുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ഇൻഫോസിസ് വെറുതെ വിടുക, അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് ഹൗസിലും ഇൻഫോസിസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1520. ഇന്നലെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനിയായിരുന്നു ഡോക്ടർ റെഡ്ഡീസ്. ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിട്ട് ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്പേഴ്സ് പൊതുവെ മിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? ഡോക്ടർ റെഡ്ഡിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് അതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 1230 രൂപയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 1265 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ട്രിഗർ ഏരിയ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന ഒരു റെസിസ്റ്റൻസ് 1285. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അപ്പം തന്നെ നല്ല ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ ഉൾപ്പെട്ടുള്ള ജിയോഫിനുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ജിയോഫിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു വീക്കിൽ ഏറ്റവും മികച്ചൊരു മുന്നേറ്റം നടത്തിയൊരു ഡേ ആയിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ഏകദേശം 1.17% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ജിയോഫിൻ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വീക്ക് എന്നതിനേക്കാൾ ഉപരി ജൂലൈ 11 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നഷ്ടം രേഖപ്പെടുത്തിയായിരുന്നു വന്നത്. അവിടെ നിന്നൊക്കെ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട്, വളരെ നേരിയ തോതെങ്കിലും ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഇൻഡെക്സിന് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ജിയോഫിനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിയോഫിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് മിനിഞ്ഞാന്നത്തെ ട്രേഡിൽ നമുക്ക് ഈ സ്റ്റോക്ക് അതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 309 രൂപയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇന്നലെ ആ ഒരു ലെവലിലായിരുന്നു ജിയോഫിൻ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്.
നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 315 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. എങ്കിലും നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 308 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 315ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 322, അതിനുശേഷം 335. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ UK ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ എത്തുകയാണ്. ടെക്സ്റ്റൈൽസിലടക്കം വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു ട്രേഡ് ഡീലോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെക്സ്റ്റൈൽ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഗോ കളേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഗോ കളേഴ്സ് അഥവാ ഗോ ഫാഷൻസ് ഇന്ത്യയിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഈ ഓഹരി കഴിഞ്ഞ മെയ് മാസം മുതൽ ഇങ്ങോട്ടേക്ക് വളരെ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഇന്നലെ 1.25% ഒരു ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോ ഫാഷനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഗോ ഫാഷൻ എനിക്ക് തോന്നുന്നില്ല ഗോ ഫാഷന്റെ ഫോർച്യൂൺസ് ഈ ഒരു ട്രേഡ് ഡീലിന്റെ അടിസ്ഥാനത്തെ കാര്യമായിട്ട് ബാധിക്കുമെന്ന്. ബട്ട് നമ്മൾ ഗോ കളേഴ്സിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി നടന്നിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്, ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 925 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈ സ്റ്റോക്കിൻ്റെ ഇത് ബുള്ളിഷായി മാറും. സർ, അതിനൊപ്പം തന്നെ പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. പ്രാജിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ചധികം ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രാജ് ഇൻഡസ്ട്രിയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 543 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 610 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ കേരള ബേസ്ഡ് ആയിട്ടുള്ള കിറ്റെക്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കിറ്റെക്സ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കിറ്റെക്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് 245 കാണുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത 2 സെഷൻസിൽ ഒരു ട്രേഡിംഗ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 300, അതിനുശേഷം 320. സർ, ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരിയായിരുന്നു ബോംബെ ഡൈങ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള ഒരു ഓഹരിയാണ്. 13% മുകളിൽ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 188.19 എന്ന നിലയിലാണ്. ബോംബെ ഡൈങ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബോംബെ ഡൈങ്ങിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇന്നലെ നമുക്കൊരു ക്ലോസിംഗ് ലഭിച്ചത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കാര്യം ഈ സ്റ്റോക്ക് 190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സർ, ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയ മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും 2.5% ഒരു നേട്ടമാണ് ഈ ഓഹരി നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു സൈഡ് വേസ് അല്ലെങ്കിൽ അത്ര ഒരു റിട്ടേൺ നൽകാത്ത ഓഹരിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഭാവി എന്താണ്, എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു റിക്കവറിയും കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷനും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് 660 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ അലേർട്ട് ആയിരിക്കണം, എസ്പെഷ്യലി ഫോർ ഷോർട്ട് ടേം ട്രേഡിംഗ് പർപ്പസ്. കാര്യം ഈ സ്റ്റോക്കിന്റെ ബുള്ളിഷ് ട്രിഗർ 720 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 720ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം.
സർ, അതിനോടൊപ്പം തന്നെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിലേക്ക് കൂടി എത്തുകയാണ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് കമ്പനിയുടെ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഗ്രോത്ത് ആയിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിരിക്കുന്ന ഏകദേശം 24 മുതൽ 26% വരെ ഒരു മുന്നേറ്റം അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ ഉണ്ടാകും, മീഡിയം ടേമിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 മാത്രം ഏകദേശം 21 മുതൽ 23% വരെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു AUM. ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ 0.5% നേട്ടത്തിലാണ് ഇന്നലെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഫെബ്രുവരി മാസത്തിലായിരുന്നു നമുക്ക് അതിന്റെ ഒരു ഓൾ ടൈം ലോ തന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തും വരുന്നുണ്ട്. സോ നമ്മൾ ഈ സ്റ്റോക്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 125 രൂപയിൽ അതിന്റെ ഒരു ട്രിഗർ കാണാൻ സാധിക്കുന്നത്. 125 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 2 മേജർ റെസിസ്റ്റൻസ് 130, 135. 135 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഫൈനാൻസിംഗ് മേഖലയിൽ നിന്നുള്ള ശ്രീറാം ഫൈനാൻസ് ഓഹരികളൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഇന്നലെ ഓഹരി 2.17% ഒരു മുന്നേറ്റം നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു വീക്ക് പരിശോധിക്കും, പ്രത്യേകിച്ചും ജൂലൈയിൽ ഒരു സെക്കൻഡ് വീക്ക് തൊട്ട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും അത്ര മികച്ച ഒരു പ്രകടനമല്ല. പലപ്പോഴും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ട ഒരു ഓഹരി കൂടിയായിട്ടാണ് ശ്രീറാം ഫൈനാൻസിനെ കാണുന്നത്. ശ്രീറാം ഫൈനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 610 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ റിസൾട്ട് വരാനിരിക്കുന്ന ഇന്ന് റിസൾട്ട് വരുന്നൊരു കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് ഇന്ന് 1.5% മുകളിൽ, ഇന്നലെ 1.5% മുകളിൽ ഒരു മുന്നേറ്റമായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂലൈ 18 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റവും ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ഓഹരികളിലെ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിൽ ഒരു മേജർ പ്രോബ്ലം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 900 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് മെറ്റൽ മേഖലയിൽ നിന്നുള്ള ഹിൻഡാൽക്കോയിലുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിട്ട് ഓഹരികളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ 0.5% മുകളിലൊരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ജൂലൈ 16 ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നേട്ടം നൽകി വരുന്നൊരു ഓഹരി കൂടിയാണ് ഹിൻഡാൽക്കോ. ഹിൻഡാൽക്കോയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിൻഡാൽക്കോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 660 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. അതിന്റെ പ്രധാന റീസൺ റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ അല്ല പുതിയ പൊസിഷൻ എടുക്കാനായിട്ട്. ഇതിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 720, അതിനുശേഷം 760 രൂപ കാണുന്നത്. അടുത്തതായിട്ട് ഓൺ മൊബൈലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓൺ മൊബൈൽ ഗ്ലോബൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മെയ് മാസം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ടൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഓൺ മൊബൈൽ ഗ്ലോബലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പറഞ്ഞത് വളരെ ശരിയാ. മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് പെട്ടുപോയിരിക്കുന്നത്. 50 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട്. സോ അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 61 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷനുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് അസറ്റ് പെർഫോം ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 233 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 280 രൂപയിലാണ് കാണുന്നത്. അടുത്തതായിട്ട് സിഗ്നിറ്റി ടെക്നോളജീസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്നലെ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് ഓഹരിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വീക്കിൽ പൊതുവേ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ സ്റ്റോക്കിന്റെ ഒരു സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? CIGNITI.
1742.2 എന്നൊരു നിലയിലായിരുന്നു ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. So Signitiയുടെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, ബിക്കോസ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1680 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ഫേസ് ചെയ്യുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 1880, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1960. സർ, അടുത്തതായിട്ട് ഒല ഇലക്ട്രിക് മൊബിലിറ്റിയുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒലയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് ആയിരുന്നു കണ്ടിരുന്നത്. 7% മുകളിലൊരു നേട്ടമാണ് ഒലയിൽ കണ്ടിരുന്നത്. എന്നാൽ അതിന് മുന്നത്തെ ട്രേഡിംഗ് സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു. അതിന് മുന്നത്തെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റത്തിന് ശേഷം പിന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആണ് കണ്ടത്. നല്ല വോളിയത്തിലുമാണ് ട്രേഡിംഗ് നടന്നിരുന്നത്. ഒലയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒലയുടെ കേസിൽ നമ്മളെ ഒക്കെ ലിസ്റ്റിങ്ങിന് ശേഷം നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് ഒല ഇലക്ട്രിക്കൽ. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ മാസം ജൂലൈ 11-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 39 രൂപ 62 പൈസ. ആ ഒരു ലെവലിന്റെ അടുത്ത് തന്നെ ഇപ്പോഴും ട്രേഡിംഗ് നടത്തി വരുന്നത്. കഴിഞ്ഞ 2-3 സെഷൻസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫറൻസ് നൽകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇതിൽ ലിസ്റ്റിങ്ങിന് ശേഷം ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് വളരെ നിരാശപ്പെട്ട ഈ സ്റ്റോക്ക് വിറ്റുപോകുന്നു. അതേസമയം ഒത്തിരി സ്മാർട്ട് ബൈങ് നടക്കുന്നതായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ വളരെ ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് പൊസിഷൻ എടുക്കാം. ബട്ട് ഓർക്കേണ്ടത് 39 രൂപ 50 പൈസയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 48 രൂപയായിരിക്കും. 48ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 56 രൂപ. 56ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ റിയൽറ്റി മേഖലയിൽ നിന്നുള്ള എംബസി ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ എംബസി ഡെവലപ്മെന്റ്സ് ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, എംബസി റിയൽ എസ്റ്റേറ്റ് റൈറ്റിനെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്? അല്ല സർ, എംബസി ഡെവലപ്മെന്റ്സ് ലിമിറ്റഡ് EMPDL എന്ന പേരിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. NSE പേര് ചെയ്തിരിക്കുന്നത് 119.09 എന്ന നിലയിലാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. സോ എംബസിയുടെ കേസിൽ മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 125 കാണുന്നത്. 125ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 115 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അപ്പം തന്നെ എൻവിറോ ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ ഏകദേശം ഒരു 0.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.45% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. 277.9 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So Enviro Engineers is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിലും മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 260 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു റിക്കവറി കാണണമെങ്കിൽ കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണുന്നുണ്ട്. സ്റ്റോക്കിൽ പുതിയ മൊമെന്റം കാണണമെങ്കിൽ 295ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. താങ്ക് യു അനുജ. യെസ്, ഏതായാലും നമ്മുടെ മാർക്കറ്റ് പ്രസൻറ്റ് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫർമേഷൻസും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സൊളിസിറ്റേഷനോ അല്ല. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന് അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. മാർക്കറ്റ് പ്രസൻറ്റ് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ്സിൽ നിങ്ങളോടൊപ്പം വിഷ്ണുവും ഒപ്പം തന്നെ സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.